അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, അന്ത്യനാളിന്റെ ഒരു അടയാളം പലസ്തീനിൽ പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മെ അറിയിച്ചിരുന്നു. ആ വലിയ അടയാളം ഇന്ന് പലസ്തീനിൽ വെളിപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തിയാകുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണുകയുമാണ്. ഇത് കാണുമ്പോൾ അന്ത്യനാൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഈ വിവരം ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് പ്രവാചകന്മാരുടെ നാടാണ്. ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കക്കും മദീനക്കും ശേഷം മുസ്ലിങ്ങൾക്ക് ഏറ്റവും പുണ്യമായ മൂന്നാമത്തെ സ്ഥലമാണിത്. അവിടേക്ക് ആരാധനയുടെ നിയ്യത്തോടെ യാത്ര ചെയ്യുന്നത് അനുവദനീയമാണ്. തുടക്കത്തിൽ മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബലയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 17 മാസത്തോളം അതിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചത്. ആ കാലത്ത് വിശ്വാസികളുടെ ഖിബല അതായിരുന്നു. ഇതിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരിക്കുമെന്നും പറയപ്പെടുന്നു. അതിൽ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കീഴിലാകുമെന്നതാണ്. എന്നാൽ 1500 വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പ്രവചിച്ച ആ വലിയ അടയാളം ഈ കാലഘട്ടത്തിൽ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ശേഷമായിരിക്കും ദജ്ജാലിന്റെ വരവ്. ഇസ്രായേൽ പലസ്തീനികളെ ആക്രമിക്കുന്നതും ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും ഒരു വലിയ നാശത്തിലേക്കുള്ള സൂചനയാണെന്ന് ഓർക്കുക. അതിന്റെ മറവിൽ ബൈത്തുൽ മുഖദ്ദസ് തകർത്ത് മൂന്നാമത്തെ ടെമ്പിൾ പണിയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ അവരുടെ മസീഹയായ ദജ്ജാൽ വന്നിരിക്കും. അത് അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 70 വർഷമായി ഇസ്രായേലി ജൂതന്മാർ ഒരു പദ്ധതിയുടെ ഭാഗമായി പലസ്തീനികളെ അടിച്ചമർത്തുന്നത്. ഇന്നുവരെ എത്രയോ പലസ്തീനികളുടെ വീടുകളാണ് അവർ തകർത്തത്. ജൂതന്മാർ പലസ്തീൻ ഭൂമിയുടെ വലിയൊരു ഭാഗം ഇതിനകം പിടിച്ചടക്കി കഴിഞ്ഞു. ഇപ്പോൾ പലസ്തീന്റെ 12% ഭാഗം മാത്രമാണ് സ്വതന്ത്രമായിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ ഇസ്രായേൽ പതിയെ അവരോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഒരു ദിവസം ഇസ്രായേൽ മുഴുവൻ പലസ്തീനും പിടിച്ചടക്കും. ഇന്ന ലോകത്ത് 200 കോടിയിലധികം മുസ്ലിങ്ങളും 57 മുസ്ലിം രാജ്യങ്ങളും ഉണ്ടായിട്ടും ഒരു മുസ്ലിമും പലസ്തീനെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ഖേദകരമാണ്. അതേസമയം അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ ശക്തികളും ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾ ഇത്ര ശക്തരായിട്ടും എന്തുകൊണ്ട് ദുർബലരായി? ഇതെല്ലാം അന്ത്യനാളിന്റെ ആ വലിയ അടയാളത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വർഷം പലസ്തീനിൽ പൂർത്തിയായിരിക്കുന്നു. ഈ അവസ്ഥയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു. ആ പ്രവചനം ഇന്ന് പൂർത്തിയാവുകയാണ്. സുനൻ അബൂദാവൂദിലെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു കാലം വരാനിരിക്കുന്നു, അത് വളരെ അടുത്താണ്. എല്ലാ അവിശ്വാസികളും ഒരുമിക്കും. വിശക്കുന്നവർ ഭക്ഷണത്തളികയിലേക്ക് ചാടി വീഴുന്നത് പോലെ അവർ നിങ്ങളുടെ മേൽ ചാടി വീഴും. അവർ പരസ്പരം ക്ഷണിക്കും, വരൂ, നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരൂ, നമുക്കൊരുമിച്ച് മുസ്ലിങ്ങളെ ആക്രമിക്കാമെന്ന്. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളോ സൈന്യമോ ഇല്ലാത്തതുകൊണ്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകി, അല്ല, നിങ്ങൾക്ക് ശക്തിയും സൈന്യവും ആയുധങ്ങളും ഉണ്ടാകും, പക്ഷേ നിങ്ങൾ മലവെള്ളപ്പാച്ചിലിലെ പത പോലെയായിരിക്കും. ഇന്ന് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരു പത പോലെയായി തീർന്നിരിക്കുന്നു. നമ്മുടെ കൈവശം സൈന്യവും ആയുധങ്ങളും ഉണ്ടെണ്ണത്തിൽ നമ്മൾ കൂടുതലാണ്. എന്നിട്ടും നമ്മൾ വിശക്കുന്ന അവിശ്വാസികളുടെ മുന്നിൽ ഒരു ഭക്ഷണത്തളിക പോലെ കിടക്കുകയാണ്. പ്രവാചകൻ തുടർന്നു, അല്ലാഹു നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം എടുത്തുമാറ്റും. ഇന്ന് മുസ്ലിം രാജ്യങ്ങൾ വൻശക്തികളെ ഭയക്കുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന സത്യമാണ്. നമ്മുടെ സമ്പദ്വ്യവസ്ഥ തകരുമോ, നമ്മുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുമോ, നമ്മുടെ വ്യാപാരം നശിക്കുമോ എന്നെല്ലാമാണ് നമ്മുടെ ഭയം. ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, എന്തുകൊണ്ടാണ് അക്കാലത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാകുന്നത്? അവർ എന്തുകൊണ്ട് ഇത്ര ദുർബലരാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, അവർ ദുനിയാവിനെ സ്നേഹിക്കും, അവരുടെ ഹൃദയങ്ങളിൽ മരണഭയമുണ്ടാകും.
അതുകൊണ്ടാണ് അക്രമത്തിനെതിരെ ജിഹാദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചത്. എന്നാൽ നമ്മൾ ജിഹാദ് ഉപേക്ഷിച്ചു കാരണം നമുക്ക് മരണത്തോട് വെറുപ്പായി. നമ്മൾ ദുനിയാവിന്റെ സ്നേഹത്തിൽ മുഴുകിപ്പോയി. അതുതന്നെയാണ് മുസ്ലിങ്ങൾ ഇത്ര ദുർബലരാകാൻ കാരണം. ഇന്ന് നമ്മൾ ദൂരെയിരുന്ന് കാഴ്ചക്കാരായി മാറിയിരിക്കുന്നു. പലസ്തീനികളോടുള്ള സഹാനുഭൂതി നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണവർ, ഒരൊറ്റ ശരീരം പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു സുഹൃത്തുക്കളെ 1500 വർഷങ്ങൾക്കു മുൻപ് പ്രവചിക്കപ്പെട്ടതും ഇന്ന് നാം പൂർത്തിയാകുന്നത് കാണുന്നതുമായ അടയാളം. അല്ലാഹു ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.